വയനാടിനുള്ള കേന്ദ്രത്തിന്റെ ധനസഹായം അപര്യാപ്തം. മന്ത്രി കെ.എൻ. ബാലഗോപാൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് കൂടുതൽ തുക ലഭിക്കേണ്ടിയിരുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. അർഹമായ തുക കിട്ടാതിരിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇടപെടണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക കൊടുക്കുന്നതിനൊന്നും എതിർപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുണ്ടക്കൈ പുനർനിർമ്മാണത്തിനായി കേന്ദ്രം അനുവദിച്ച 260.56 കോടി കേരളത്തോടുള്ള കടുത്ത അവഗണനയ്ക്കുള്ള ഉദാഹരണമാണെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു. ദുരന്തം നടന്ന് 5 മാസം കഴിഞ്ഞ് L3 വിഭാഗത്തിലുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതായി. 2221 കോടി ചോദിച്ചിട്ട് 260 കോടി രൂപ മാത്രം നൽകിയത് അവഗണനയാണെന്നും കെ രാജൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രമിക്കണമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കൂടാതെ GST തട്ടിക്കുന്ന 1000-ലധികം സംഘങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ശക്തമായ നടപടികൾ സ്വീകരിച്ച സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസുകൾ എടുക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തട്ടിപ്പ് രാജ്യത്താകെ നടക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ നന്നായി ഇടപെടുന്നുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഇനി മുന്നോട്ടും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. മാധ്യമങ്ങളിൽ വരുന്നത് ഊഹിച്ചു പറയുന്നതായിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു. ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന തീരുമാനങ്ങളാണ് മനസ്സിലുള്ളതെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പൂജ ലോട്ടറി സമ്മാനത്തുകയിൽ വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കാതെയാണ് വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ധൈര്യമായി ബമ്പർ എടുത്തോളൂ എന്നും മന്ത്രി പറഞ്ഞു.